യുവമോർച്ച പുനഃസംഘടനയിൽ പ്രതിഷേധിച്ചവർക്കെതിരെ അച്ചടക്ക നടപടി. സുരേന്ദ്രൻ പക്ഷക്കാരായ എസ് ഒ ശ്രീരാഗ്, വിപിൻ കുമാർ, വിഷ്ണു കൈപ്പള്ളി എന്നിവർക്കെതിരെയാണ് നടപടി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. അതേസമയം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെ OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് വിപിൻ കുമാർ BJPക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തി. BPLന്റെ ഗതി BJPക്കും വരുമെന്നാണ് വിമർശനം. മാനസ മനോജ് ചേരുകയാണ്. മാനസ, വലിയ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതിന്റെ സൂചന ഇന്നലെ തന്നെ വന്നിരുന്നു. അതിപ്പോൾ പരസ്യപ്പോരിലേക്ക് മാറുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ യുവമോർച്ച പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പരസ്യ പോരിലേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പട്ടിക വിട്ടതിന് പിന്നാലെ തന്നെ അഗ്രസീവായി നേതാക്കൾ രംഗത്ത് എത്തിയിരുന്നു. സംസ്ഥാന പരാതി കേൾക്കാൻ കൂട്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള എതിർ അഭിപ്രായം അല്ലെങ്കിൽ വിയോജിപ്പ് പരസ്യമായി സോഷ്യൽ മീഡിയ വഴി അറിയിച്ചതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ കുറിപ്പ് അല്ലെങ്കിൽ പ്രതികരണം രേഖപ്പെടുത്തിയ ആളുകൾക്കെതിരെ ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. പ്രതിഷേധർക്ക് സസ്പെൻഷനാണ് ഇപ്പോൾ അധ്യക്ഷൻ നൽകിയിരിക്കുന്നത്. അതായത് സുരേന്ദ്രൻ പക്ഷക്കാരായ 3 പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. SS ശ്രീരാഗ്, വിപിൻ കുമാർ, വിഷ്ണു കൈപ്പള്ളി എന്നിവർക്കെതിരെയാണ് നടപടി. വിപിൻ കുമാർ എന്ന് പറയുന്നത് OBC മോർച്ചയുടെ പ്രസിഡന്റാണ്. ഇതിന്റെ പാറശാല മണ്ഡലം നേതാവാണ് SS ശ്രീരാഗ്. വിഷ്ണു കൈപ്പള്ളി നേമം മണ്ഡലം നേതാവാണ്. ഈ ഒരു ഘട്ടത്തിൽ KS പക്ഷക്കാരായ ആളുകളോടുള്ള ഒരു വിയോജിപ്പും കൂടിയാണ് അച്ചടക്ക നടപടിയിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ളതാണ്. ഫേസ്ബുക്കിലും നേതാക്കളൊക്കെയും തന്നെ അതിനും ഒരു അഭിപ്രായവുമായി അല്ലെങ്കിൽ പ്രതികരണവുമായി വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെയാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. BJPയിൽ നിന്നും പുറത്തായതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ BPLന്റെ ഗതി BJPക്കും വരുമെന്നാണ് വിമർശനം. BPL എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ സ്ഥാപനം കൂടിയാണ്. ആ ഒരു മുൻകാലത്തെ കാര്യങ്ങൾ ഒക്കെയും തന്നെ ഉൾക്കൊള്ളിച്ചുള്ള എതിർ അഭിപ്രായങ്ങളൊക്കെയും തന്നെ ഉൾക്കൊള്ളിച്ചുള്ള ഒരു ഫേസ്ബുക്ക് വിമർശനം തന്നെയാണ് വിപിൻ കുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പിന്നാലെ മാനസ, അച്ചടക്ക നടപടിയുമായാണ് ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷ രംഗത്തെത്തുന്നത്. പ്രതിഷേധിച്ച യുവമോർച്ച നേതാക്കൾക്കെതിരെ മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്.